ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഗ്രൂപ്പ്. നമ്മൾ ഇന്ന് അനാറ്റമിയിലെ ഐ എന്ന പോർഷനാണ് എടുക്കാൻ പോകുന്നത്. ഐ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ട് പാർട്ടാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഐയുടെ സ്ട്രക്ചേഴ്സിനെ പറ്റി നമ്മൾ പറയും. അതുപോലെ സെക്കൻഡ് പാർട്ടിൽ റിഫ്രാക്റ്റീവ് എറേഴ്സ് ഓഫ് ഐ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഐയുടെ സ്ട്രക്ചേഴ്സിനെ പറ്റി പോവാം. ഐബോൾ ഐബോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കുന്നത് അതൊരു ഗ്ലോബ് ഷേപ്ഡ് ആണ് അല്ലെങ്കിൽ സ്ഫിയർ ഷേപ്ഡ് ആണെന്നാണ്. പക്ഷെ ഐബോൾ ഒരു പെർഫെക്റ്റ് ഗ്ലോബോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ്ലി ഷേപ്ഡ് സ്ഫിയറോ അല്ല. മറിച്ച് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് പിക്ചറിലൊക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്, ആ ഒരു ബൾജ്ഡ് വേർഷൻ ഉണ്ട്. ആ ഒരു ബൾജ് ഫ്രണ്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഫ്രണ്ട് ടു ബാക്ക് ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ മോള് അപ് ടു ടോപ്പ് ടു ഡൗൺ ആയിട്ടുള്ള വിത്തിനേക്കാളും കുറച്ച് കൂടുതലാണ്, 1 ഇഞ്ച് കൂടുതലാണ്. സോ അതൊരു പെർഫെക്റ്റ്ലി ഷേപ്ഡ് ഗ്ലോബ് അല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ അതിനൊരു സ്ഫെറിക്കൽ അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 3 ലെയേഴ്സ് ആണ് ഐബോളിനുള്ളത്. ഐബോളും ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 ലെയേഴ്സ്. 3 ലെയേഴ്സിനെ പറ്റി നമ്മൾ ഫർദർ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതായിരിക്കും. ലെയേഴ്സ് ഓഫ് ഐബോൾ നമ്മൾ പറഞ്ഞു, 3 ലെയേഴ്സ് ആണ് ഐബോളിനുള്ളത്. നമ്മുടെ അതിന്റെ പൊസിഷനിങ് അനുസരിച്ചിട്ട് തന്നെ ഔട്ടർ ലെയർ, മിഡിൽ ലെയർ, ഇന്നർ ലെയർ എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഔട്ടർ ലെയറിനെ ഫൈബ്രസ് ലെയർ എന്നും വിളിക്കും. അത് ഒരു സപ്പോർട്ടിംഗ് ലെയർ ആണ്. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് കോർണിയ, സ്ക്ലീറ എന്നീ രണ്ട് പോർഷൻസ്, ഐബോളിന്റെ രണ്ട് പാർട്സ് ആയ കോർണിയ, സ്ക്ലീറ ഇവ രണ്ടും ചേർന്നതാണ് ഔട്ടർ ഫൈബ്രസ് ലെയർ. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഐയുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ പോർഷനെയും, സെൻസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ലെൻസ്, ഐറിസ്, പ്യൂപ്പിള് അങ്ങനെയുള്ള പോർഷനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് മെയിനായിട്ടും ഔട്ടർ ലെയർ അഥവാ ഫൈബ്രസ് ലെയറിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് വരുന്നത് മിഡിൽ ഓർ വാസ്കുലർ ലെയർ ആണ്. വാസ്കുലർ ലെയർ എന്ന് പറയുമ്പോൾ വാസ്കുലർ എന്ന വേർഡിന്റെ മീനിങ് തന്നെ ബ്ലഡ് വെസൽസ് ആയിട്ട് റിച്ച് ആയിട്ടുള്ള എന്നാണ്. സോ വാസ്കുലർ ലെയറിൽ കൂടുതലായിട്ടും ബ്ലഡ് വെസൽസ് ആണുള്ളത്. ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഐയുടെ കൊറോയിഡ്, സീലിയറി ബോഡി, ഐറിസ് എന്നീ പാർട്സുകൾ ചേർന്നിട്ടാണ്. ഇതിന്റെ മെയിൻ ഫംഗ്ഷനിങ്ങിൽ വരുന്നതാണ് ഒന്ന്, ബ്ലഡ് വെസൽസ് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ അതിന് വേണ്ട ബ്ലഡ് സപ്ലൈ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും. ഇന്റൻസിറ്റി കൂടിയ ലൈറ്റ് വരുന്നതും ഇന്റൻസിറ്റി കുറഞ്ഞ ലൈറ്റ് വരുന്നതും നമ്മുടെ വിഷനെ ബാധിക്കും. സോ നമ്മുടെ കാഴ്ചയ്ക്ക് ആവശ്യമായ രീതിയിൽ ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്ത് ഐയുടെ അകത്തോട്ട് കടത്തിവിടുക അല്ലെങ്കിൽ ഇന്നർ ലെയറിലോട്ട് കടത്തിവിടുക എന്നൊരു ഫംഗ്ഷനിങ് കൂടെ മിഡിൽ ലെയറിനുണ്ട്. നെക്സ്റ്റ് വരുന്നത് തേർഡ് ലെയർ, ഇന്നർ ഓർ നെർവസ് ലെയർ. നെർവസ് ലെയർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഐക്ക് വേണ്ട നെർവ് സപ്ലൈ അഥവാ ഒപ്റ്റിക് നെർവിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പോർഷൻസ് എല്ലാം നമ്മുടെ ഇന്നർ ലെയർ ആണുള്ളത് എന്ന് നമുക്ക് പറയാം. അതിൽ കമ്പോസ്ഡ് ആയിട്ടിരിക്കുന്നത് റെറ്റിനയാണ്. റെറ്റിനയാണ് നെർവസ് ലെയർ അല്ലെങ്കിൽ ഇന്നർ ലെയർ ഓഫ് ഐബോൾ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷനിങ്ങിൽ വരുന്നത് വിഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഐയിൽ നിന്ന്, നമ്മുടെ പുറത്തു നിന്ന് കിട്ടുന്ന നമ്മുടെ സിഗ്നലിനെ ഐബോളിലോട്ട് കടത്തിവിട്ട് ആ ഐയിൽ നിന്ന് കിട്ടുന്ന ആ സിഗ്നലിനെ ഒരു നെർവ് ഇമ്പൾസ് ആയിട്ട് മാറ്റി, അതൊരു എന്താ പറയുക, ഒരു ഇൻഫോർമേഷൻ ആയിട്ട് മാറ്റി നമ്മുടെ ബ്രെയിനിലോട്ട് കൊടുക്കുക എന്നുള്ള ആ ഒരു ഫംഗ്ഷനിങ്ങും റെറ്റിന അഥവാ ഇന്നർ അല്ലെങ്കിൽ നെർവസ് ലെയർ ചെയ്യുന്നുണ്ട്. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള ലെയേഴ്സ് ഓഫ് ഐബോള്. ഔട്ടർ ലെയർ അല്ലെങ്കിൽ ഫൈബ്രസ് ലെയർ, മിഡിൽ ലെയർ അല്ലെങ്കിൽ വാസ്കുലാർ ലെയർ, ഇന്നർ ലെയർ അല്ലെങ്കിൽ നെർവസ് ലെയർ. ഇതാണ് നമ്മുടെ ഐബോളിന്റെ ഫുൾ സ്ട്രക്ചർ. നമ്മൾ ഔട്ടർ കോട്ട് പറഞ്ഞു, മെയിനായിട്ടും സ്ക്ലീറ, കോർണിയ. സ്ക്ലീറ എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റിഷ് പാർട്ടാണ്. കോർണിയ എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിലെ ബൾജ് ആയിട്ടുള്ള ഏരിയനെയാണ് നമ്മൾ കോർണിയ എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഔട്ടർ ലെയർ അല്ലെങ്കിൽ ഫൈബ്രസ് ലെയർ കമ്പോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് മിഡിൽ കോട്ട് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോട്ടാണ്. ഇന്റർമീഡിയറ്റ് കോട്ടിൽ ഐറിസ് എന്നത് ഈ കളർഫുൾ പിഗ്മെന്റഡ് പാർട്ടാണ്. സീലിയറി ബോഡി എന്ന് പറയുന്നത് സീലിയറി മസിൽസ് എല്ലാം ഉള്ള ഐറിസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ. ദെൻ കൊറോയിഡ്, ഈ ഒരു ഗ്രീനിഷ് പോർഷൻ സെക്കൻഡ് ലെയർ ആയിട്ട് വരുന്നതാണ്. ആ ഒരു പോർഷനാണ് കൊറോയിഡ്. ഇത് മൂന്നും കമ്പോസ് ചെയ്തിരിക്കുന്നതാണ് ഇന്റർമീഡിയറ്റ് ലെയർ അല്ലെങ്കിൽ മിഡിൽ ലെയർ അല്ലെങ്കിൽ വാസ്കുലാർ ലെയർ. തേർഡ് ആൻഡ് ഫൈനൽ ലെയർ ആണ്, ഇന്നർമോസ്റ്റ് ലെയർ ആണ് റെറ്റിന. റെറ്റിനയാണ് ആ ഒരു യെല്ലോയിഷ് കളറിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് നെർവസ് ലെയർ. അതാണ് നമ്മുടെ ബ്രെയിനിലോട്ട് വിഷന്റെ ഇമ്പൾസ് എല്ലാം പാസ് ചെയ്ത് വിഷൻ നമുക്ക് പോസിബിൾ ആക്കുന്നത്. സോ ഇതാണ് ഹോൾ ഐബോള്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഫിയറോ ഗ്ലോബോ അല്ല. അതിന്റെ ഫ്രണ്ട് ടു ബാക്ക് ഡയമീറ്റർ 1 ഇഞ്ച് കൂടുതലാണ്. കാരണം അതിന്റെ പ്രസൻസ് ഓഫ് കോർണിയ അല്ലെങ്കിൽ ആ ഒരു ബൾജ് കാരണമാണ് ആ ഒരു ഫ്രണ്ട് ടു ബാക്ക് ഡയമീറ്റർ കുറച്ച് കൂടുതലായിട്ട് ഈ ഒരു കാണുന്ന ടോപ്പ് ടു ഡൗൺ
ആയിട്ടുള്ള ആ വിഡ്ത്തിനേക്കാളും കുറച്ച് 1 ഇഞ്ച് കൂടുതലാണ് ഫ്രണ്ട് ടു ബാക്ക് ഡയമീറ്റർ. മസിൽസ് ഓഫ് ഐ. ഏതൊരു ഇതിന്റെയും മൂവ്മെന്റിന്, ഏതൊരു ബോഡി പാർട്ടിന്റെയും മൂവ്മെന്റിന് അത്യാവശ്യമായിട്ടുള്ളതാണ് മസിൽസ്. സോ നമ്മുടെ ഐബോളിന്റെ മൂവ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മസിൽസ്. അവിടെ ഐബോളിന്റെ അകത്തുണ്ട്. ഏതൊക്കെ മസിൽസ് ആണെന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എക്സ്ട്രാ ഓക്കുലർ മസിൽസും ഇൻട്രാ ഓക്കുലർ മസിൽസും ആണ് ഉള്ളത്. അതിൽ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, എക്സ്ട്രാ ഓക്കുലർ മസിൽസ് എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഐബോളിന്റെ പുറത്താണ് ഈ മസിൽസ് എല്ലാം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, എക്സ്ട്രാ ഓക്കുലർ മസിൽസ്. അത് ഐബോളിന്റെ മൂവ്മെന്റ് എല്ലാ ഡയറക്ഷനിലോട്ടും നമുക്ക് പോസിബിൾ ആക്കുന്നത് എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ആണ്. പിന്നെ വരുന്നത് ഇൻട്രാ ഓക്കുലർ മസിൽസ് ആണ്. ഇൻട്രാ ഓക്കുലർ മസിൽസ് എന്ന് പറയുമ്പോൾ ഐബോളിന്റെ ഉള്ളിലുള്ള മസിൽസ് ആണ് ഇൻട്രാ ഓക്കുലർ മസിൽസ്. ഇൻട്രാ ഓക്കുലർ മസിൽസ് നമ്മുടെ ഐബോളിന്റെ അകത്തുള്ള നമ്മുടെ പ്യൂപ്പിൾ അഥവാ നമ്മുടെ കൃഷ്ണമണിയുടെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത്, ലെൻസിന്റെ ഷേപ്പ് റെഗുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഇങ്ങനെ പ്യൂപ്പിളിന്റെ സൈസും അതുപോലെ ലെൻസിന്റെ ഷേപ്പൊക്കെ റെഗുലേറ്റ് ചെയ്ത് നമ്മുടെ ഇന്റൻസിറ്റി, എത്ര ഇന്റൻസ് ആയിട്ടുള്ള ലൈറ്റ് വന്നാലും നമ്മുടെ ഐയുടെ അകത്തുള്ള സ്ട്രക്ചേഴ്സിനെ ഡാമേജ് ആക്കാത്ത രീതിയിൽ അതിനകത്തോട്ട് കടത്തി വിടുക എന്ന ഒരു രീതിയിൽ പോകാൻ വേണ്ടി നമ്മുടെ ഐബോളിന്റെ ഈ സൈസിനെയും ഷേപ്പിനെയൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻട്രാ ഓക്കുലർ മസിൽസ്. സോ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ആണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഡയറക്ഷനിലോട്ട്, പല ഡയറക്ഷനിലോട്ട് ഇത് ചേഞ്ച് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് 6 മസിൽസ്. ആ 6 മസിൽസ് ആണ് 4 സ്ട്രെയിറ്റ് മസിൽസും ഉണ്ട്, 2 ഒബ്ലിക് മസിൽസും ഉണ്ട്. സ്ട്രെയിറ്റ് മസിലും ഒബ്ലിക് മസിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? സ്ട്രെയിറ്റ് മസിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഒറിജിനിൽ നിന്ന് അത് എങ്ങോട്ടാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടുള്ള പാത്വേ സ്ട്രെയിറ്റ് ആയിരിക്കും. അതാണ് സ്ട്രെയിറ്റ് മസിൽ. അത് ഒറിജിൻ ചെയ്യുന്ന അതിന്റെ സോഴ്സിൽ നിന്ന് അത് അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ വരെയുള്ളത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും അത് അറ്റാച്ച് ചെയ്യുന്നത്. അതാണ് സ്ട്രെയിറ്റ് മസിൽസ്. അത് ഫ്രണ്ട് ഹാഫ് ഓഫ് ദി ഐബോളിലോട്ടായിരിക്കും മെയിൻ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഒബ്ലിക് മസിൽസ് എന്ന് പറയുമ്പോൾ ആംഗുലാർ അപ്രോച്ച് ആയിരിക്കും നടത്തുക. ഇത് ആംഗുലാർ അപ്രോച്ച് ആയിരിക്കും, മറ്റേത് സ്ട്രെയിറ്റ് അപ്രോച്ച് ആയിരിക്കും. ആംഗുലാർ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ സോഴ്സിൽ നിന്ന് അറ്റാച്ച്മെന്റിലോട്ട് ഒരു ചെറിയ ആംഗിള് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഇത് അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ പോകുന്നത്, ആ ഒരു പാത്വേ. അതാണ് സ്ട്രെയിറ്റ് മസിലും ഒബ്ലിക് മസിലും തമ്മിലുള്ള ഡിഫറൻസ്. 4 സ്ട്രെയിറ്റ് മസിലും ഉണ്ട്, 2 ഒബ്ലിക് മസിലും ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ് നമ്മൾ പറയുന്നതായിരിക്കും. മെയിനായിട്ട് ഇതെല്ലാം ഈ ബോണി വാൾസ് ഓഫ് ഓർബിറ്റ്, നമ്മുടെ മുഖത്തിൽ, നമ്മുടെ സ്പേസിലെ സ്കള്ളിന്റെ അകത്ത് ഓർബിറ്റ് എന്ന് പറയുന്നിട്ട് ഒരു ഹോളോ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. നമ്മുടെ ഐബോളിന് സിറ്റുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ബോണി വാൾസ് തുടങ്ങിയിട്ട് സ്ക്ലീറയിലോട്ടാണ് മെയിനായിട്ട് ഈ മസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അതാണ് നമ്മുടെ മസിൽസ് ഓഫ് ദി ഐയിൽ വരുന്നത്. സ്ട്രെയിറ്റ് മസിൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എക്സ്ട്രാ ഓക്കുലർ മസിൽസിലാണ് സ്ട്രെയിറ്റ് മസിൽസ് വരുന്നതെന്ന് പറഞ്ഞു. സ്ട്രെയിറ്റ് മസിൽസിൽ വരുന്നതാണ് ഏതൊക്കെ? സുപ്പീരിയർ, ഇൻഫീരിയർ, മീഡിയൽ ആൻഡ് ലാറ്ററൽ റെക്ടസ് മസിൽസ്. ഈ 4 വരുന്നത് സ്ട്രെയിറ്റ് മസിൽസിലാണ്. സുപ്പീരിയർ റെക്ടസ്, ഇൻഫീരിയർ റെക്ടസ്, മീഡിയൽ റെക്ടസ് ആൻഡ് ലാറ്ററൽ റെക്ടസ് മസിൽസ്. സുപ്പീരിയർ റെക്ടസ് മസിൽ ആണെങ്കിൽ നമ്മുടെ ഐസിനെ അപ്വേർഡ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. ഇൻഫീരിയർ റെക്ടസ് മസിൽ ഡൗൺവേർഡ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. മീഡിയൽ റെക്ടൽ മസിൽസ് ഇൻവേർഡ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ലാറ്ററൽ റെക്ടസ് മസിൽ ആണെങ്കിൽ ഔട്ട്വേർഡ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. സുപ്പീരിയർ റെക്ടസ് അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് ദി ഐക്ക് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെയാണ് സുപ്പീരിയർ റെക്ടസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ഐബോളിന്റെ പുറത്താണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ആണ്. ദെൻ വരുന്നത് ഇൻഫീരിയർ റെക്ടസ്. ഇൻഫീരിയർ റെക്ടസ് ഡൗൺവേർഡ് മൂവ്മെന്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതിന്റെ പൊസിഷനിങ് എവിടെയാണ്. അതുപോലെ തന്നെ ലാറ്ററൽ റെക്ടസ് ഔട്ട്വേർഡ് മൂവ്മെന്റ്, നമ്മുടെ ഐബോൾ കുറച്ചും കൂടി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പുറത്തോട്ട് തള്ളി നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഔട്ട്വേർഡ് മൂവ്മെന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലാറ്ററൽ റെക്ടസ്. ദെൻ ഫൈനലി മീഡിയൽ റെക്ടസ്. മീഡിയൽ റെക്ടസ് വരുമ്പോൾ ഇൻവേർഡ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്, അതും സൈഡ് വൈസ് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒബ്ലിക് മസിൽസ്. ഒബ്ലിക് മസിൽസ് 2 ഉള്ളത്. ഒന്ന് ഇൻഫീരിയറും സുപ്പീരിയറും. ഇൻഫീരിയർ ഒബ്ലിക് എന്ന് പറയുമ്പോൾ അപ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെന്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സുപ്പീരിയർ ഒബ്ലിക് ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെന്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇത്രയാണ് എക്സ്ട്രാ ഓക്കുലർ മസിൽസ്. ദെൻ ഇൻട്രാ ഓക്കുലർ മസിൽസ് എന്ന് പറയുമ്പോൾ ഐബോളിന്റെ ഉള്ളിലുള്ള കുറെ ഇൻട്രൻസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ മസിൽസ് ആണ്. അതിൽ വരുന്ന ഒന്നാണ് സീലിയറി മസിലും സ്ഫിൻസ്റ്റർ പ്യൂപ്പിലെ, ഡയലേറ്റർ പ്യൂപ്പിലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡയലേഷനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനും ഡയലേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണത്.
സീലിയറി മസിൽസ് നമ്മൾ സീലിയർ ബോഡിയിൽ പഠിക്കുന്നുണ്ടാവും. ദെൻ മൂവ്മെന്റ് ഓഫ് ഐബോൾ, നമ്മൾ പറഞ്ഞു ഈ മസിൽസ് എല്ലാം കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ഐബോളിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. നമ്മൾ ഒരു ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐബോൾ രണ്ട് കണ്ണുകളാണ് നമുക്കുള്ളത്. അതിൽ രണ്ടിന്റെയും മൂവ്മെന്റ്സ് കമ്പൈൻഡ് ആയിരിക്കും. ബോത്ത് ഐസ് മൂവ് ടു റൈറ്റ്, ലെഫ്റ്റ്, അപ്പ്, ഡൗൺ, ഓൾ ഇൻ എ കമ്പൈൻഡ് വേ. നമ്മൾ ഒരു കണ്ണ് ഒരു ഡയറക്ഷനിലോട്ട് നീക്കിയാൽ, ഒരു കൃഷ്ണമണി അല്ലെങ്കിൽ ഒരു ഐബോൾ ഒരു ഡയറക്ഷനിലോട്ട് നീക്കാൻ നോക്കിയാൽ നമ്മുടെ മറ്റേ കണ്ണും അതേ ഡയറക്ഷനിലോട്ട് തന്നെ തിരിയും. അങ്ങനെയാണ് നോർമലി ഒരു വിഷൻ വേണ്ടത്. ഈ മൂവ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഈ മസിൽസിനെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന നെർവേഷൻ വരുന്നത് മോട്ടോറസ് ഒക്കുലൈ എന്ന് പറയുന്ന മസിൽ ഗ്രൂപ്പാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മോട്ടോറസ് ഒക്കുലൈ എന്ന് പറയും. ഈ മോട്ടോറസ് ഒക്കുലയിൽ വരുന്നത് ഏതൊക്കെയാണ്? തേർഡ് ക്രേനിയൽ നെർവ്, ഫോർത്ത് ക്രേനിയൽ നെർവ്, സിക്സ്ത് ക്രേനിയൽ നെർവ്. ഈ മൂന്നുമാണ് വരുന്നത്. തേർഡ് ക്രേനിയൽ നെർവായ ഒക്കുലോ മോട്ടാറും ഫോർത്ത് ക്രേനിയൽ നെർവായ ട്രൊക്ലിയർ ക്രേനിയൽ നെർവും അതുപോലെ സിക്സ്ത് ക്രേനിയൽ നെർവായ അബ്ഡ്യൂസെൻസും. ഈ മൂന്ന് ക്രേനിയൽ നെർവ്സ് ആണ് ഐയുടെ മസിൽസിനെ, മോട്ടോറസ് ഒക്കുലൈ എന്ന ഒരു മസിൽസിനെ നെർവ്സ് സപ്ലൈ ചെയ്യുന്നത്. ആ നെർവ്സിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് മോട്ടോറസ് ഒക്കുലൈ എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ ഐസിന്റെ ആക്സിസ് എല്ലാം കൺവേർജ് ആയിട്ട് ഒരുമിച്ചാണ് കൺവേർജ് ആവുന്നത് സെയിം പോയിന്റിൽ. പക്ഷേ ഈ നെർവ്സിനോ അല്ലെങ്കിൽ ഈ ഒരു മസിൽസിനോ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് സംഭവിച്ചാൽ അങ്ങനെ ഒരുമിച്ച് കൺവേർജ് ആവാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ സ്ക്വിൻഡോ സ്ട്രബിസ്മസോ പോലുള്ള അസുഖങ്ങൾ വരും. സ്ക്വിൻഡ് സ്ട്രബിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ കോങ്കണ്ണ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇതിപ്പോൾ ഈ ഐബോള് തിരിഞ്ഞിരിക്കുന്നത് ഈ ഡയറക്ഷനിലോട്ടും ഈ ഐബോള് തിരിഞ്ഞിരിക്കുന്നത് ഈ ഡയറക്ഷനിലോട്ടുമാണ്. സോ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. സോ അതൊരു അബ്നോർമാലിറ്റി ആണ്. നോർമലി വരുമ്പോൾ ഈ ഐബോള് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഈ ഐബോളും ഇങ്ങോട്ട് തിരിയണം, ഈ ഐബോൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഈ ഐബോൾ ഇങ്ങോട്ട് തിരിയണം, സെയിം ഡയറക്ഷനിലായിരിക്കണം. പക്ഷെ ഇവിടെ ഡിഫക്റ്റ് ഏതോ ഒരു റീസൺ, ഒന്നല്ലെങ്കിൽ മസിലിന് അല്ലെങ്കിൽ നെർവ്സിന് എന്തോ ഒരു ഡിഫക്റ്റ് സംഭവിച്ചതുകൊണ്ട് ഇത് ഈ രണ്ട് ഐസിന്റെയും ആക്സിസ് ഒരുമിച്ച് കൺവേർജ് ആവാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വന്നു. അങ്ങനെ ഉണ്ടാവുന്ന കണ്ടീഷനാണ് സ്ക്വിൻഡ് അല്ലെങ്കിൽ സ്ട്രാബിസ്മസ്. നമുക്കിനി ഐസിന്റെ ഓരോ പാർട്ടായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്ലീറ. സ്ക്ലീറ എന്ന് പറയുന്നത് ഒരു ടഫ് ഔട്ടർ ഫൈബ്രസ് കോട്ടാണ്. അതിനെ നമ്മൾ വൈറ്റ് ഓഫ് ദി ഐ എന്നാണ് കോമൺ ആയിട്ട് വിളിക്കാറ്. അത് നമ്മുടെ ഐന്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ അതൊരു ട്രാൻസ്പെറന്റ് വിൻഡോ മെംബ്രെയിൻ ആയിട്ട് കണ്ടിന്യൂസ് ആയി ആ ട്രാൻസ്പെറന്റ് വിൻഡോ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് കോർണിയ. സോ സ്ക്ലീറയുടെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഡെലിക്കേറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് ദി ഐനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫങ്ഷനിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐബോളിന്റെ ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ സ്ക്ലീറ പറയുവാണെങ്കിൽ ഈ ഒരു വൈറ്റിഷ് പോർഷൻ ആണ് നമ്മൾ സ്ക്ലീറ എന്ന് പറയുന്നത്. അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ പറഞ്ഞു ട്രാൻസ്പെറന്റ് വിൻഡോ മെംബ്രെയിൻ ഉണ്ട്, അതാണ് കോർണിയ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, നമ്മുടെ പ്യൂപ്പിൾ, കൃഷ്ണമണി, അതുപോലെ ലെൻസ് തുടങ്ങിയ പോർഷനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് സ്ക്ലീറ മൊത്തത്തിൽ ഐനെ കവർ ചെയ്ത് നിൽക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് കൊറോയിഡ് ആണ്. കൊറോയിഡ് എന്ന് പറയുന്നത് ഒരു മിഡിൽ വാസ്കുലാർ കോട്ടാണ്. വാസ്കുലാർ കോട്ട് എന്ന് പറയുമ്പോൾ വാസ്കുലാർ എന്ന വേർഡിന്റെ മീനിങ് തന്നെ റിച്ച് ഇൻ ബ്ലഡ് വെസൽസ് എന്നുള്ള രീതിയിലാണ്. സോ ബ്ലഡ് വെസൽസ് കുറേയുള്ള കോട്ടാണ് അല്ലെങ്കിൽ ലെയർ ആണ് മിഡിൽ ലെയർ. അവിടെ ആ മിഡിൽ ലെയറിന് മെയിൻ ആയിട്ട് വരുന്നതാണ് കൊറോയിഡ്. കൊറോയിഡിൽ വരുന്ന ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ച് ആയിട്ടുള്ള നമ്മുടെ ഒഫ്താൽമിക് ആർട്ടറി. ഈ ഒഫ്താൽമിക് ആർട്ടറിയുടെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആണ് ഈ മിഡിൽ വാസ്കുലർ കോട്ടിനെ സപ്ലൈ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഐബോളിന് വേണ്ട ആവശ്യത്തിന് ബ്ലഡ് സർക്കുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വേറെ കൊറോയിഡ് എന്ന ലെയറിന് വരുന്ന ഒരു ഫീച്ചറാണ് ഐറിസ് എന്ന പോർഷൻ. ഐറിസ് നമ്മുടെ പ്യൂപ്പിൾ ഓഫ് ദി ഐയില് കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഒരു പോർഷനാണ് ഐറിസ്. ഈ ഐറിസിന്റെ ഒരു പിഗ്മെന്റേഷൻ ഉണ്ട്. ആ പിഗ്മെന്റഡ് ലെയർ ആണ് ആ ഐറിസിന് ഒരു കളർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ ഐറിസിന്റെ കളറാണ് നമ്മുടെ കൃഷ്ണമണി ബ്ലൂ ആണോ ബ്രൗൺ ആണോ ഗ്രേ കളേർഡ് ആണോ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ ഐറിസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആയിട്ട് വരും. അതിന്റെ ആ ഒരു കളർഫുൾ ഇതിന് കാരണം ആ ഒരു പിഗ്മെന്റേഷൻ ആണ്. ആ പിഗ്മെന്റേഷൻ വെച്ചിട്ടാണ് നമ്മുടെ കൃഷ്ണമണിക്ക് ബ്ലൂ കളറോ ബ്രൗൺ കളറോ ഗ്രേ കളറോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഫ്രണ്ടില് ഐബോളിന്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഐറിസിനെ കൂടാതെ തന്നെ ഈ കൊറോയിഡ് കണ്ടിന്യൂ ചെയ്യുന്ന വേറൊരു തിക്കൻഡ് കോട്ടാണ് സീലിയറി ബോഡി എന്ന് പറയുന്നത്. ഈ സീലിയറി ബോഡി നമ്മുടെ കൊറോയിഡിന്റെയും ഐറിസിന്റെയും നടുക്കായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. കൊറോയിഡ് എന്ന ഈ പോർഷന്റെയും ഐറിസ് എന്ന ഈ പോർഷന്റെയും നടുക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന പോർഷനാണ് സീലിയറി ബോഡി എന്ന് പറയുന്നത്. ഇതിൽ സർക്കുലർ മസിൽ ഫൈബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ റേഡിയേറ്റിംഗ് ഫൈബേഴ്സ് ഉണ്ട്. സർക്കുലർ ആയിട്ടുള്ള ഷേപ്പിലുള്ള മസിൽ ഫൈബേഴ്സും ഉണ്ട്, റേഡിയേറ്റിംഗ് ഫൈബേഴ്സും ഉണ്ട്. ഈ ഈ മസിൽ ഫൈബേഴ്സിന്റെ കൺട്രാക്ഷൻ ആണ് നമ്മുടെ കൃഷ്ണമണി ഡയലീറ്റ് ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. കൊറോയിഡ് എന്ന ലെയറിന്റെ മെയിൻ ആയിട്ടുള്ള ഇതാണ് കൊറോയിഡ്. ഒരു മിഡിൽ വാസ്കുലർ കോട്ടാണ്, മിഡിൽ ലെയർ ഓഫ് ദ ഐബോൾ ആണ്. അതിൽ വരുന്ന രണ്ട് മെയിൻ പാർട്സ് ആണ് ഐറിസും സീലിയറി ബോഡിയും. ഐറിസ് എന്ന് പറയുമ്പോൾ പിഗ്മെന്റഡ് ലെയർ ആണ്, അതാണ് നമ്മുടെ പ്യൂപ്പിൾസിന് ബ്ലൂവോ ബ്രൗണോ ഗ്രേ കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. സീലിയറി ബോഡി എന്ന് പറയുന്നത് സർക്കുലർ മസിൽ ഫൈബേഴ്സും റേഡിയേറ്റിംഗ് ഫൈബേഴ്സും ഉള്ള പോർഷൻ ആണ്, അതാണ് നമ്മുടെ പ്യൂപ്പിളിന്റെ കൺട്രാക്ഷനും ഡയലേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഈ കൊറോയിഡിന്റെ കൂട്ടത്തിൽ പറഞ്ഞ ഐറിസ്, സീലിയറി ബോഡി, കൊറോയിഡ് കോട്ട്, ഇതിനെയെല്ലാം ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് യുവിയൽ ട്രാക്ട് എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചേഴ്സിനെ എല്ലാം ടുഗെദർലി നമ്മൾ വിളിക്കുന്ന പേരാണ് യുവിയൽ ട്രാക്ട്. ഈ യുവിയൽ ട്രാക്റ്റിനുള്ള ഇൻഫ്ലമേഷനെ നമ്മൾ യുവൈറ്റിസ് എന്ന് വിളിക്കും. അതുപോലെ ഐറിസിനുള്ള ഇൻഫ്ലമേഷൻ ആണെങ്കിൽ ഐറൈറ്റിസ് എന്നും, സീലിയറി ബോഡിയുടെ ഇൻഫ്ലമേഷനെ സൈക്ലൈറ്റിസ് എന്നും, കൊറോയിഡിന്റെ ഇൻഫ്ലമേഷനെ കൊറോയിഡൈറ്റിസ് എന്നും വിളിക്കും. ITIS, ഐറ്റിസ് എന്ന് പറയുന്നത് വേർഡിന്റെ അർത്ഥം ഇൻഫ്ലമേഷൻ എന്നാണ്. ഐറിസിന്റെ ഇൻഫ്ലമേഷൻ ഐറൈറ്റിസ്, സീലിയറി ബോഡിയുടെ ഇൻഫ്ലമേഷൻ സൈക്ലൈറ്റിസ്, ആൻഡ് കൊറോയിഡ് കോട്ടിന്റെ ഇൻഫ്ലമേഷൻ കൊറോയിഡൈറ്റിസ്. യുവിയൽ ട്രാക്റ്റിന്റെ ഈ മൂന്ന് ബോഡിക്കും ഒരുമിച്ച് ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ നമ്മൾ വിളിക്കുന്നത് ഈ യുവൈറ്റിസ്. ഇതിന്റെ ഒരു പാർട്ട്, ഇപ്പൊ ഐറിസിന് മാത്രമാണ് ഇൻഫ്ലമേഷൻ വന്നിട്ടുള്ളൂവെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അഡ്ജസന്റ് പാർട്ടിലോട്ട് സ്പ്രെഡ് ആവാം ആ ഇൻഫ്ലമേഷൻ. ഐറിസിന് ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ സീലിയറി ബോഡിയിലോട്ട് പെട്ടെന്ന് ഇൻഫ്ലമേഷൻ പകരാം, അതിൽ നിന്ന് ഫെർദർ കൊറോയിഡ് കോട്ടിലോട്ടും ഇൻഫ്ലമേഷൻ പകരാം. അതുകൊണ്ട് തന്നെ ഐറൈറ്റിസ് വന്നാലും സൈക്ലൈറ്റിസ് വന്നാലും കൊറോയിഡൈറ്റിസ് വന്നാലും യുവൈറ്റിസിലോട്ട് ലീഡ് ചെയ്യുന്ന ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മളിപ്പോ പറഞ്ഞ പോർഷൻസ് ആണ് ഇതൊക്കെ: കൊറോയിഡ്, ഐറിസ്, പ്യൂപ്പിള്, സീലിയറി ബോഡി. ഇതൊക്കെയാണ് ഈ പ്യൂപ്പിളിന് ചുറ്റിപ്പറ്റിയുള്ള പോർഷൻസ് ആണ് ഐറിസ്, സീലിയറി ബോഡി. then അത് കണ്ടിന്യൂ ചെയ്ത് ബാക്കോട്ടുള്ള പോർഷൻ ആണ് കൊറോയിഡ് എന്ന ലെയർ. ലാസ്റ്റ് ഇന്നർ മോസ്റ്റ് ലെയർ അല്ലെങ്കിൽ ദ തേർഡ് ലെയർ, നെർവസ് ലെയറിൽ വരുന്ന റെറ്റിന എന്ന പോർഷൻ. ഇന്നർ നെർവസ് കോട്ട് ഓഫ് ദി ഐ ആണ് റെറ്റിന എന്ന് പറയുന്നത്. ഈ റെറ്റിനയിൽ കുറെ അധികം ഫൈബേഴ്സിന്റെ ലെയറും നെർവ് സെൽസിന്റെ ലെയറും അതുപോലെ റോഡ് സെൽസ്, കോൺ സെൽസ്, അങ്ങനെയുള്ള ഫോട്ടോ റിസപ്റ്റർ സെൽസും ഇൻക്ലൂഡഡ് ആണ് റെറ്റിനയിൽ. ഈ റോഡ് സെൽസും കോൺ സെൽസും ഒക്കെയാണ് നമ്മുടെ ലൈറ്റ്, കളർ വിഷനും അതുപോലെ തന്നെ നിയർ വിഷന് അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനെ ഒരുമിച്ച് ഫോട്ടോ റിസപ്റ്റർ സെൽസ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ലൈറ്റിനെ, നമ്മൾ കാണുന്ന വെട്ടത്തിന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് നമ്മുടെ ബ്രെയിനിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് റോഡ് സെൽസും കോൺ സെൽസും. റോഡ്സ് എന്ന് പറയുമ്പോൾ ചെറിയ ഡിം ലൈറ്റിൽ വിഷൻ ഹെൽപ്പ് ചെയ്യുന്നത് റോഡ് സെൽസ് ആണ്. അതുകൊണ്ട് തന്നെ നൈറ്റ് വിഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് റോഡ് സെൽസ്. അതുപോലെ അതിന് കളർ ഡിറ്റക്ഷൻ എന്ന ഫങ്ഷനിങ് റോഡ് സെൽസിനില്ല. പക്ഷെ കോൺ സെൽസ് ബ്രൈറ്റ് ലൈറ്റിൽ ഫങ്ഷൻ ചെയ്യുന്നതാണ്. ഓരോ കളേഴ്സും നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഈ കോൺ സെൽസ് ആണ്. അങ്ങനെയുള്ള റോഡ് സെൽസും കോൺ സെൽസും നെർവ് സെൽസും അതുപോലെ ലെയേഴ്സ് ഓഫ് ഫൈബേഴ്സും എല്ലാം കൂടെയും ചേർന്നതാണ് നമ്മുടെ റെറ്റിന എന്ന ലെയർ. ഈ റെറ്റിന ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാം ചേർന്നിട്ടാണ്. അതുപോലെ തന്നെ ഒരു നെർവ് ടിഷ്യൂ ഉണ്ട്, ഡെലിക്കേറ്റ് ആയിട്ടുള്ള നെർവ് ടിഷ്യൂ ഉണ്ട്. ഈ നെർവ് ടിഷ്യൂ ആണ് നമ്മുടെ ലൈറ്റ് അല്ലെങ്കിൽ ഇമേജ് അല്ലെങ്കിൽ സെൻസറി എന്ന നെർവ് ഇമ്പൾസസ് എല്ലാം നമ്മുടെ ബ്രെയിനിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഡയറക്റ്റ്ലി അത് നെർവിലോട്ട് പാസ് ചെയ്യല്ല, പകരം നമ്മുടെ ലൈറ്റ് വിഷൻ ഈ പ്യൂപ്പിളിലും ലെൻസിലും ഒക്കെ എത്തിയിട്ട് നമ്മുടെ റെറ്റിന ലെയറിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒപ്റ്റിക് ഡിസ്ക് വഴി പാസ് ചെയ്യുന്നുണ്ട്. ആ ഒപ്റ്റിക് ഡിസ്ക് എന്ന പോയിന്റിൽ നിന്നാണ് ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഐബോളിൽ നിന്ന് ഒപ്റ്റിക് നെർവ് ബ്രെയിനിലോട്ട് പോകുന്നത് ഈ ഒപ്റ്റിക് ഡിസ്ക് എന്ന പോർഷനിൽ നിന്നാണ്. ആ ഒപ്റ്റിക് ഡിസ്കിനെ പെർട്ടിക്കുലർലി ടച്ച് ചെയ്യാതെ അതിന് മുന്നേ വെച്ച് തന്നെ ഇത് കൺവേർജ് ചെയ്ത് ആ ഒപ്റ്റിക് ഡിസ്കിനെ ഡൈവേർജ് ചെയ്ത് പോയിട്ട് പുറത്തോട്ട് ഒപ്റ്റിക് നെർവിലോട്ട് കണക്ട് ചെയ്ത് പോവുകയാണ് നമ്മുടെ റെറ്റിന ഹെൽപ്പ് ചെയ്യുന്നത്. വരുന്ന ലൈറ്റ് റെറ്റിനയിൽ ഫോക്കസ് ആയിട്ട് ഒപ്റ്റിക് ഡിസ്കിനെ ടച്ച് ചെയ്യാണ്ട് ഡയറക്റ്റ് നമ്മുടെ
നെർവ് ടിഷ്യൂലോട്ട്, ഒപ്റ്റിക് നെർവിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഒപ്റ്റിക് ഡിസ്കിന്റെ പോർഷനെ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കും. അവിടെ റെറ്റിന ഇല്ല, അഥവാ റെറ്റിനയുടെ ഫീച്ചേഴ്സ് ആയ ലെയേഴ്സ് ഓഫ് ഫൈബേഴ്സ്, നെർവ് സെൽസ്, റോഡ്സ് ആൻഡ് കോൺ സെൽസ് പോലത്തെ ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഒന്നും ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലില്ല. അവിടെ നമുക്ക് വിഷൻ പോസിബിൾ അല്ല. അവിടെ കൺവേർജ് ചെയ്ത്, അവിടെ നിന്ന് ഡൈവേർജ് ചെയ്ത്, അവിടെ നിന്ന് മാറി അപ്പുറത്തുള്ള ഒപ്റ്റിക് നെർവിലോട്ടാണ് ഡയറക്ട്ലി അത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പോർഷനെ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കും. ബ്ലൈൻഡ് സ്പോട്ട് റെറ്റിനയിലാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷന്റെ വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോർഷനും റെറ്റിനയിലുണ്ട്. ദാറ്റ് ഈസ് മാക്യുള. ഇതാണ് ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാക്യുള എന്ന് പറയുന്നത് ഒപ്റ്റിക് ഡിസ്കിന്റെ തൊട്ടു പുറത്തായിട്ടാണ് മാക്യുള ഉള്ളത്. എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദ സെന്റർ ഓഫ് ദ പീപ്പിൾ. നമ്മുടെ കൃഷ്ണമണിയുടെ സെന്ററിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടാണ് മാക്യുല സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആ മാക്യുല എന്ന് പറയുന്നത് എക്സ്ട്രീംലി സെൻസിറ്റീവ് പാർട്ടാണ്. അവിടെ മാക്സിമം വിഷന്റെ നമ്മുടെ റെറ്റിനയുടെ ഫീച്ചേഴ്സ് എല്ലാം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അക്യൂട്ട്ലി സെൻസിറ്റീവ് പാർട്ടാണ്. അപ്പൊ റെറ്റിനയിൽ തന്നെ ഉള്ള രണ്ട് മെയിൻ പാർട്സ് ആണ്, ഒന്ന് ബ്ലൈൻഡ് സ്പോട്ടും ഒന്ന് മാക്യുലയും. ബ്ലൈൻഡ് സ്പോട്ട് വിഷൻ ഇല്ല എന്നാണെങ്കിൽ മാക്യുല ആണെങ്കിൽ അക്യൂട്ട്ലി സെൻസിറ്റീവ് പാർട്ട് ഓഫ് ദി ഐ ആയിരിക്കും. അത്രയാണ് റെറ്റിന എന്ന ലെയറിനെ പറ്റി ഉള്ളത്. ഫെർദർ നമ്മൾ പറയുവാണെങ്കിൽ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് ആണ്. ഫസ്റ്റ് കോർണിയ. കോർണിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ വൈറ്റിഷ് പോർഷനായ സ്ക്ലീറയുടെ ഫ്രണ്ടിലുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബൾജിനെയാണ്, ഈ ഒരു ബൾജിനെയാണ് നമ്മൾ കോർണിയ എന്ന് വിളിക്കുന്നത്. ദ ട്രാൻസ്പെറന്റ് ഫ്രണ്ട് പോർഷൻ കണ്ടിന്യൂസ് വിത്ത് ദ ഡെൻസ് വൈറ്റ് സ്ക്ലീറ. അതിൻ്റെ അകത്താണെങ്കിൽ സെവറൽ ലെയേഴ്സ് ഉണ്ട്. അതിന്റെ ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ലെയർ, അതായത് ഈ കോർണിയയുടെ ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ലെയർ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കൺജക്ടൈവ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുമുണ്ട്. കോർണിയ എന്ന് പറയുമ്പോൾ ആ ഫ്രണ്ടിലത്തെ ക്ലിയർ ഫ്രണ്ട് പാർട്ട് ഓഫ് ദി ഐ ആണ്. അത് ഐറിസിനെയും അതുപോലെ തന്നെ നമ്മുടെ സീലിയറി ബോഡിയൊക്കെ കവർ ചെയ്ത് ഫ്രണ്ടിലുള്ള ആ ഒരു ക്ലിയർ ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആ ഒരു പോർഷനാണ് കോർണിയ എന്ന് വിളിക്കുന്നത്. ആ കോർണിയ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കൺജക്ടൈവ എന്നൊരു പോർഷനും കൂടെ ഉണ്ട്. കൺജക്ടൈവ എന്ന് പറയുന്നത് തിൻ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെംബ്രെയിൻ ആണ്. ഈ കോർണിയയുടെ ഫ്രണ്ടിലുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെംബ്രെയിൻ പോർഷനും കൂടെ ഉണ്ട്. ആ മെംബ്രെയിൻ പോർഷനാണ് കൺജക്ടൈവ എന്ന് പറയുന്നത്. സോ അതാണ് കോർണിയയും കൺജക്ടൈവയും തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടും കൂടെ ചേർന്നാണ് ആ ഒരു ഫ്രണ്ടിലത്തെ ബൾജ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആ ഒരു ബൾജ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ആന്റീരിയർ ചേംബർ. ആന്റീരിയർ ചേംബർ എന്ന് പറയുമ്പോൾ നമ്മുടെ കോർണിയയും അതുപോലെ തന്നെ ഐറിസിന്റെയും ഇടയ്ക്കുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ ആന്റീരിയർ ചേംബർ എന്ന് പറയുന്നത്. ആന്റീരിയർ ഐറിസിന്റെയും ബിറ്റ്വീനിലുള്ള പോർഷൻ ഇതുപോലെ തന്നെ ഒരു പോസ്റ്റീരിയർ ചേംബർ ഉണ്ട് പറയുന്നുണ്ട്. ആന്റീരിയർ ചേംബറിലും പോസ്റ്റീരിയർ ചേംബറിലും ഫില്ലായിട്ടൊരു ലിക്വിഡ് ഉണ്ട്. ഒരു ഫ്ലൂയിഡ് ഫീൽഡ് പോർഷൻ ഇത് രണ്ടും. അതിനെ പറ്റി നമ്മൾ നെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഐറിസ് എന്ന പോർഷൻ. ഐറിസ് നമ്മൾ പറഞ്ഞു ഒരു പിഗ്മെന്റഡ് പോർഷൻ ആണ്. കളേർഡ് കർട്ടൈൻ എന്ന് തന്നെ നമുക്ക് അതിനെ വിളിക്കാം. അത് കൊറോയിഡ് കോട്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഫ്രണ്ടോട്ട് വരുന്നത്. ഈ ഐറിസിന്റെ അകത്ത് രണ്ട് സെറ്റ് ഇൻവോളണ്ടറി അല്ലെങ്കിൽ പ്ലെയിൻ മസിൽ ഫൈബേഴ്സ് ഉണ്ട്. ഈ മസിൽ ഫൈബർ ആണ് ഒന്ന് നമ്മുടെ പ്യൂപ്പിൾ കൃഷ്ണമണിയെ കൺട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ നെക്സ്റ്റ് പ്യൂപ്പിളിനെ ഡയറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും. നമ്മുടെ കണ്ണോട്ട് ലൈറ്റ് അടിക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് ആണെങ്കിൽ നമ്മുടെ പ്യൂപ്പിൾസ് അതിനനുസരിച്ച് കൺസ്ട്രക്ട് ആവുകയും ഡിം ലൈറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ് ലൈറ്റ് പോയി കഴിയുമ്പോൾ പ്യൂപ്പിൾസ് തിരിച്ച് ഡയലേറ്റ് ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഐറിസിന്റെ ഫ്രണ്ടിലുള്ള അല്ലെങ്കിൽ ഐറിസിന്റെ അകത്തുള്ള ഇൻവോളണ്ടറി പ്ലെയിൻ മസിൽ ഫൈബേഴ്സ്. ഒന്ന് കൺട്രാക്ഷൻ ഓഫ് ദ പ്യൂപ്പിളിനെ ഹെൽപ്പ് ചെയ്യും, രണ്ട് ഡയലേഷൻ ഓഫ് ദ പ്യൂപ്പിളിനെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പാർട്ട് പ്യൂപ്പിൾസ് അഥവാ നമ്മുടെ കൃഷ്ണമണി. ഡാർക്ക് സെൻട്രൽ സ്പോട്ട് വിച്ച് ഈസ് ആൻ ഓപ്പണിംഗ് ഇൻ ദ ഐറിസ് ത്രൂ വിച്ച് ലൈറ്റ് റീച്ചസ് ദ റെറ്റിന. പ്യൂപ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ഹോളാണ്. നമ്മുടെ ഐറിസിന്റെ പിഗ്മെന്റഡ് ആയിട്ടുള്ള ബ്രൗൺ അല്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ഏത് കളറാണോ ഐറിസ് ഉള്ളത്, ആ ഐറിസിന്റെ പിഗ്മെന്റേഷന് നടുക്കുള്ള ബ്ലാക്ക് ഹോളോ പോർഷനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. ആ പ്യൂപ്പിളിലൂടെ പാസ് ചെയ്ത് ലൈറ്റ് ആ പ്യൂപ്പിളിലൂടെ പാസ് ചെയ്തിട്ടാണ് റെറ്റിനയിലോട്ട് എത്തുന്നത്. പോസ്റ്റീരിയർ ചേംബർ. ഐറിസിന്റെയും ലെൻസിന്റെയും ഇടയ്ക്കുള്ള
ഐറിസിന്റെയും ലെൻസിന്റെയും ഇടയ്ക്കുള്ള പോർഷനെയാണ് നമ്മൾ പോസ്റ്റീരിയർ ചേംബർ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കോർണിയയുടെയും ഐറിസിന്റെയും ഇടയ്ക്കുള്ള ആന്റീരിയർ ചേംബറും ഐറിസിന്റെയും ലെൻസിന്റെ ഇടയ്ക്കുള്ള പോസ്റ്റീരിയർ ചേംബറിനെയും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ അക്വസ് ഹ്യൂമർ എന്ന് വിളിക്കുന്നത്. അക്വസ് ഹ്യൂമറിനെ പറ്റി ഫർദർ പറയുവാണെങ്കിൽ ഈ ഫ്ലൂയിഡ് സീലിയറി ബോഡിയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, അഥവാ സീലിയറി ബോഡിയിൽ നിന്നാണ് ഈ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറിക്കഴിയുമ്പോൾ ഇത് തിരിച്ച് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. റീഅബ്സോർബ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇത് റീഅബ്സോർബ് ചെയ്യുന്ന ലൊക്കേഷനാണ് ഐറിസിന്റെയും കോർണിയയുടെയും ഇടയ്ക്കുള്ള ആ ഒരു ആംഗിളിൽ, ഐറിസും കോർണിയയുടെ ഇടയ്ക്കുള്ള ആ ഒരു പോർഷനിൽ വെച്ചിട്ടാണ് അക്യൂസ് ഹ്യൂമർ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത്. അത് റീഅബ്സോർബ് ചെയ്യപ്പെടുന്ന ഒരു ചെറിയ വെയിൻ ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ വെയിന്റെ പേരാണ് കനാൽ ഓഫ് ഷ്ലെം. അക്യൂസ് ഹ്യൂമർ സീലിയറി ബോഡിയിൽ നിന്ന് ഡിറൈവ് ചെയ്യുകയും തിരിച്ച് റീഅബ്സോർബ് ചെയ്യുന്നത് ഐറിസിന്റെയും കോർണിയയുടെയും ഇടയ്ക്കുള്ള ഒരു വെയിൻ ആയ കനാൽ ഓഫ് ഷ്ലെം എന്ന ഒരു പോർഷനിൽ വെച്ചിട്ടാണ് തിരിച്ച് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ലെൻസ്. ലെൻസ് എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ ഐസിലെ ഈ ഒരു ട്രാൻസ്പെറന്റ് പോർഷനെയാണ് നമ്മൾ ലെൻസ് എന്ന് വിളിക്കുന്നത്. ആ ലെൻസ് എന്ന് പറയുന്നത് ഒരു ബൈ കോൺവെക്സ് ലെൻസ് ആണ്. ബൈ കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ രണ്ട് പോർഷനും കോൺവെക്സ് ആയിട്ട്, രണ്ട് ഏരിയാസും അതിന്റെ ഈ പോർഷനും രണ്ട് സൈഡും പുറത്തോട്ട് തള്ളിയിരിക്കുന്ന കോൺവെക്സ് രീതിയിലിരിക്കുന്ന ലെൻസിനെയാണ് നമ്മൾ ബൈ കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നത്. ബൈ കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ ഐയിൽ പ്രസന്റ് ആയിട്ടിരിക്കുന്നത്. അത് ട്രാൻസ്പെറന്റ് ആണ്, സെവറൽ ലെയേഴ്സ് കൊണ്ടാണ് മീഡപ്പ് ചെയ്തിരിക്കുന്നത്. അത് ഐറിസിന്റെ ജസ്റ്റ് ബിഹൈൻഡ് ആണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ടിലും പുറകിലും ഒക്കെ ഒരു മെംബ്രെയിൻ ഉണ്ട്. ഇത് സസ്പെൻസറി ലിഗമെന്റ് എന്നാണ് ആ മെംബ്രെയിൻ അറിയപ്പെടുന്നത്. ഈ ലെൻസിന്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം സസ്പെൻസറി ലിഗമെന്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ സസ്പെൻസറി ലിഗമെന്റ് യൂസ് ചെയ്തിട്ടാണ് സീലിയറി ബോഡി ആയിട്ട് ഐ ലെൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ലെൻസ് അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺവെക്സ് ലെൻസ് ഇതിൽ നിന്ന് സീലിയറി ബോഡിയിലോട്ട് സസ്പെൻസറി ലിഗമെന്റ്, ഈ ബ്ലൂയിഷ് ആണെങ്കിൽ സസ്പെൻസറി ലിഗമെന്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സീലിയറി ബോഡിയിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് സീലിയറി ബോഡിയുടെ മസിൽസ് യൂസ് ചെയ്ത് ഈ സസ്പെൻസറി ലിഗമെന്റ് വലിച്ചുകൊണ്ട് ലെൻസിനെ നമ്മുടെ ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് നീക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സസ്പെൻസറി ലിഗമെന്റിന് എന്തെങ്കിലും ഒരു സ്ലാക്കിങ് അഥവാ ലൂസനിങ് സംഭവിച്ചാൽ ലെൻസ് റീകോയിൽ ആയി പോകും, അഥവാ ഇതിനെ നമുക്ക് ആവശ്യത്തിന് ടൈറ്റനിങ് ഇതിനുണ്ടാവില്ല. അതുപോലെ ഇനി ഇത് ടോട്ടായാൽ ഇതിനെ ഫ്ലാറ്റൻ ചെയ്യിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ പറഞ്ഞ സസ്പെൻസറി ലിഗമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ലെൻസ് സസ്പെൻസറി ലിഗമെന്റ് അതിന്റെ മുകളിലുള്ള സീലിയറി ബോഡി, നമ്മുടെ ലൈറ്റ് കടന്നു പോകുന്നതനുസരിച്ച്, ലൈറ്റ് വരുന്ന അനുസരിച്ച് ഇത് ഫ്ലാറ്റൻ ചെയ്യിക്കണമെങ്കിൽ ഇതിങ്ങനെ ടൈറ്റ് ആയിട്ട് വലിക്കണം, ടോട്ടായിട്ടിരിക്കണം. എന്നാലാണ് ഇത് ഫ്ലാറ്റൻ ചെയ്യിച്ച് ലെൻസിനെ നമുക്ക് കുറച്ചും കൂടി ചെറുതാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ ലെൻസിന് അത്യാവശ്യം ഒരു ടൈറ്റ്നെസ് വേണം. അതുപോലെ തന്നെ ഇത് ഒത്തിരി ലൂസ് ആണെങ്കിൽ, ഇത് നല്ലോണം ലൂസ് ആണെങ്കിൽ ഇതിനെ നമുക്ക് തിരിച്ച് കൺട്രാക്ട് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. റീകോയിൽ ആയിട്ട് ഇതിങ്ങനെ ഇവിടെ ആവശ്യത്തിന് ടൈറ്റ്നെസ് ഇല്ലാതെ ആയി പോകും. അങ്ങനെ വന്നാലും നമ്മുടെ ലെൻസിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് സസ്പെൻസറി ലിഗമെന്റിന് എന്തെങ്കിലും കേട് സംഭവിച്ചാൽ, സ്ലാക്കൻഡ് ആവുകയോ അല്ലെങ്കിൽ ടോട്ട് ആവുകയോ ചെയ്താൽ അതിനനുസരിച്ച് ലെൻസിന്റെ ഫങ്ഷനിങ് ചെയ്യാൻ ലെൻസിന് സാധിക്കാതെ വരും. സീലിയറി മസിൽസിന്റെ കൺട്രാക്ഷനെ ഇത് ബാധിക്കുകയും ലെൻസിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പൊ ലെൻസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബൈകോൺവെക്സ് ആണ്, ട്രാൻസ്പെറന്റ് ആണ്, സെവറൽ ലെയേഴ്സ് ഉണ്ട്. ഇതിന്റെ രണ്ട് സൈഡിലും സസ്പെൻസറി ലിഗമെന്റ് ഉണ്ട്. ഈ സസ്പെൻസറി ലിഗമെന്റ് ആണ് സീലിയറി ബോഡി ആയിട്ട് ലെൻസിനെ അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ അറ്റാച്ച്മെന്റ് ആണ് ഇതിന്റെ ആവശ്യത്തിന് മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് വിട്രിയസ് ഹ്യൂമർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഐബോളിന്റെ ആന്റീരിയർ ചേംബറിലും പോസ്റ്റീരിയർ ചേംബറിലും ഫില്ല് ചെയ്തിരിക്കുന്നത് അക്വസ് ഹ്യൂമർ ആണ്. അതുപോലെ നമ്മുടെ ലെൻസ് മുതൽ റെറ്റിന വരെയുള്ള ആ ബാക്കി പോർഷനെ ഫില്ല് ചെയ്തിരിക്കുന്നതാണ് വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമർ ഒരു ജെല്ലി ലൈക്ക് ആൽബുമിനസ് ഫ്ലൂയിഡ് ആണ്. അത് നമ്മുടെ ഐബോളിന്റെ ഷേപ്പിനെ കീപ്പപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഫേം ആയിട്ട് കീപ്പ് ചെയ്യാനും റെറ്റിനേനെ ബാക്കിയുള്ള കൊറോയിഡ്, സ്ക്ലീറ എന്ന ലെയേഴ്സുമായിട്ട് ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് വിട്രിയസ് ഹ്യൂമർ ആണ്. വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുമ്പോൾ
ലെൻസ് മുതൽ റെറ്റിന വരെയുള്ള ബാക്കി പോർഷനെ ഫില്ലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ജെല്ലി ലൈക്ക് ആൽബുമിനസ് ഫ്ലൂയിഡ് ആണ്. വിട്രിയസ് ഹ്യൂമർ ആണ് നമ്മുടെ ഐബോളിന്റെ ഷേപ്പും ഫേംനെസ്സും അതുപോലെ തന്നെ റെറ്റിനേനെ ബാക്കിയുള്ള കൊറോയിഡ് സ്ക്ലീറോട്ടിക് കോഡ്സുമായിട്ട് ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് വിത്ത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ഐയുടെ അനാട്ടമീനെ പറ്റി പറഞ്ഞത്. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ഐബോൾ ഒരു പെർഫെക്റ്റ്ലി ഗ്ലോബ് അല്ല, അതിന്റെ ഫ്രണ്ട് ടു ബാക്ക് ഇച്ചിരി വിട്ട് കൂടുതലും. നമുക്ക് ഈ പിക്ചറിൽ തന്നെ കാണാം, ഇത് വെച്ചിട്ടുള്ള ലെങ്തിനേക്കാൾ കൂടുതൽ ഫ്രണ്ട് ടു ബാക്ക് ഉള്ള ഡയമീറ്റർ കുറച്ച് കൂടുതലാണ്. മെയിൻ ആയിട്ട് 3 ലെയേഴ്സ് ആണ് ഐബോളിനുള്ളത്. ഔട്ടർ ലെയർ, മിഡിൽ ലെയർ ആൻഡ് ഇന്നർ ലെയർ. ഔട്ടർ ലെയറിൽ വരുന്ന മെയിൻ പോർഷൻ ആണ് നമ്മൾ പറഞ്ഞ ഈ സ്ക്ലീറ. വൈറ്റിഷ് പോർഷൻ ആണ് സ്ക്ലീറ വരുന്നത്. സ്ക്ലീറ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മുടെ കോർണിയും കൺജക്ടൈവിയും ഒക്കെ. ദെൻ നെക്സ്റ്റ് വരുന്ന പോർഷൻ ആണ് കൊറോയിഡ്. കൊറോയിഡ് പോർഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്ലഡ് വെസൽസ് ഉള്ള പോർഷൻ ആണ് കൊറോയിഡ് പോർഷൻ. കൊറോയിഡ് പോർഷന്റെ കണ്ടിന്യൂഷനിൽ വരുന്നതാണ് സീലിയറി ബോഡിയും ഐറിസും. സീലിയറി ബോഡിയുടെയും ഐറിസിന്റെയും രണ്ട് സൈഡിലുള്ള അപ്വേർഡും ഡൗൺവേർഡും ഉള്ള സീലിയറി ബോഡിയുടെയും ഐറിസിന്റെയും നടുക്കുള്ള ഹോളോ ആയിട്ടുള്ള ബ്ലാക്കിഷ് ഓർഗൻ ആണ് പ്യൂപ്പിൾ വരുന്നത്. പ്യൂപ്പിളിന്റെ തൊട്ട് ബാക്കിൽ വരുന്നതാണ് ലെൻസ്. പിന്നെ വരുന്നതാണ് തേർഡ് ലെയർ റെറ്റിന. റെറ്റിനയാണ് നമ്മുടെ നെർവ് സെൽസ്, നെർവസ് ടിഷ്യൂ ലെയർ ആണ്. അതിന്റെ അകത്ത് കോൺ സെൽസും റോഡ് സെൽസും എല്ലാം ഉണ്ട്. ഫോട്ടോ റിസപ്റ്റർ സെൽസ് ആയ അവയൊക്കെ ഉണ്ട്. റെറ്റിനയാണ് നമ്മുടെ വിഷനെ ഇമ്പൾസസ് ആയിട്ട്, നെർവ് ഇമ്പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബ്രെയിനിലോട്ട് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓരോ പോർഷനും എടുത്ത് പറഞ്ഞു. കോർണിയനെ പറ്റിയും കൺജക്ടൈവിനെ പറ്റിയും ഒക്കെ പറഞ്ഞു. അതുപോലെ 2 ചേമ്പേഴ്സ് ഉണ്ട്, ആന്റീരിയർ ചേമ്പറും ഉണ്ട് പോസ്റ്റീരിയർ ചേമ്പറും ഉണ്ടെന്ന് പറഞ്ഞു. ആന്റീരിയർ ചേമ്പറിലും പോസ്റ്റീരിയർ ചേമ്പറിലും അക്വസ് ഹ്യൂമർ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കിയുള്ള ലെൻസ് മുതൽ റെറ്റിന വരെയുള്ള പോർഷനിലുള്ളതാണ് വിട്രിയസ് ഹ്യൂമർ എന്ന് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഐയുടെ അനാട്ടമീനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഐയുടെ സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. എസ്സേയുടെ ഒരു പോർഷൻ തന്നെയാണ് ഐയുടെ സ്ട്രക്ചേഴ്സ്. ഐ സ്ട്രക്ചേഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഐയുടെ റിഫ്രാക്റ്റീവ് എറേഴ്സിനെ പറ്റി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് നോക്കാം. അപ്പൊ ഐയുടെ സ്ട്രക്ചേഴ്സിനെ പറ്റി ഇത്രയാണ്. ഓക്കെ, താങ്ക് യു.